അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഫോട്ടോയിൽ കാണുന്ന ജംഷീർ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇഫ്താറിനും എല്ലാത്തിനും. ചില മരണങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്നലെ വരെ നമ്മോടൊപ്പം നടന്നവൻ ഇന്ന് നിശബ്ദമായിരിക്കുന്നൊരവസ്ഥ. ഇന്നലെ വരെ ചിരിച്ച മുഖം ഇന്ന് കഫൻ പുടവയിൽ മൂടപ്പെട്ടൊരവസ്ഥയിൽ. ഇന്നലെ വരെ കൈനീട്ടി അഭിവാദ്യം ചെയ്തവൻ ഇന്ന് ആ രണ്ട് കൈകളും നെഞ്ചിന്മേലെ വെച്ച് നിശ്ചലമായി കിടക്കുന്ന ഒരവസ്ഥ. ഇന്നലെ വരെ എന്ത് സഹായം വേണമെന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വേഗം പോയി എന്ന്. ഇന്നലെയും നമ്മുടെ കൂടെ സജീവമായിരുന്നു ഇഫ്താർ ടെൻറ്റിൽ. നോമ്പ് തുറക്കാൻ വെള്ളം നൽകി ഭക്ഷണം ക്രമപ്പെടുത്തി മുഖത്ത് പുഞ്ചിരിയുമായി. അവൻ അറിഞ്ഞതുപോലുമില്ല ഇത് അവസാനത്തെ സേവനമായിരിക്കുമെന്ന്. നമ്മൾ പോലും അറിഞ്ഞില്ല ഇത് അവസാനത്തെ സേവനമായിരിക്കുമെന്ന്. സഹോദരങ്ങളെ, അവൻ വലിയ പദവിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയ ഹൃദയമുള്ളവനായിരുന്നു. വിളിച്ചാൽ ആദ്യം എത്തുന്നവൻ, പ്രശ്നം വന്നാൽ മുന്നിൽ നിൽക്കുന്നവൻ, സേവനത്തിന് സമയം നോക്കാറുണ്ടായിരുന്നില്ല. അവൻ പ്രശസ്തിക്കായി പ്രവർത്തിച്ചതല്ല, ഫോട്ടോക്ക് വേണ്ടിയും പ്രവർത്തിച്ചതല്ല, അള്ളാഹുവിൻ്റെ റിളാക്ക് വേണ്ടി പ്രവർത്തിച്ച ചെറുപ്പക്കാരൻ. അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? സമൂഹം നല്ലതാകണം, യുവാക്കൾ നല്ല വഴിയിൽ നടക്കണം, പള്ളിയും മഹല്ലും സജീവമാകണം. ഇഫ്താർ ടെൻറ്റിൽ അവൻ വെള്ളം നൽകിയപ്പോൾ അവൻ ഭക്ഷണം മാത്രം നൽകിയില്ല, അവൻ സാഹോദര്യത്വമാണ് നൽകിയത്. അവൻ ഓടിയത് പ്രശസ്തിക്കായിരുന്നില്ല, അവൻ ഓടിയത് നന്മക്കായി ആയിരുന്നു. ഇന്നലെ വരെ ഓടിയ ഹൃദയം ഇന്ന് നിൽക്കുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്. അവൻ്റെ പ്രവർത്തനക്ക് ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല, അത് ജാരിയായ സ്വതക്കയായി തുടർന്നു കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, ഇന്നവൻ പോയി, നാളെ ആരാണ്? നമ്മൾ കരുതുന്നു ഇനിയും സമയമുണ്ട് എന്ന്. പക്ഷേ മരണം പ്രായം നോക്കുന്നില്ല, ആരോഗ്യം നോക്കുന്നില്ല, പദ്ധതിയെ നോക്കുന്നില്ല. ഇന്നലെ വരെ പദ്ധതിയിട്ട മനുഷ്യൻ ഇന്ന് മണ്ണിനടിയിൽ. ഇന്നലെ വരെ ഫോണിൽ സംസാരിച്ച മനുഷ്യൻ ഇന്ന് മൗനം. സുബ്ഹാനല്ലാഹ്. ഖബറിൽ ചോദ്യമുണ്ടാകും. അവിടെ ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നല്ല, അവിടെ പദവിയില്ല. അവിടെ ചോദിക്കുന്നത് നീ നിസ്കാരം എങ്ങനെ നിർവഹിച്ചു, നീ ലഭിച്ച സമയം എങ്ങനെ ഉപയോഗിച്ചു, നീ യുവത്വം എവിടെ ചെലവഴിച്ചു. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും മറുപടി പറയണം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിസ്കാരമൊക്കെ ശരിയാക്കുക, ദൈനംദിനം തൗബ ചെയ്യുക, ചെറിയ നന്മകൾ പോലും ഉപേക്ഷിക്കാതിരിക്കുക, സേവനത്തിൽ സജീവമാവുക, അവസാനം നിമിഷം ഈമാനിലാകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇപ്പോൾ നമ്മിന്ന് മരണപ്പെട്ടു പോയ മലപ്പുറം ഈസ്റ്റ് ജില്ല പുളിക്കൽ മേഖലയിലെ SKSFൻ്റെ വിഖ്യായ ആക്റ്റീവ് വിങ് നമ്മുടെ പ്രിയ സഹോദരൻ ജംഷീർ, അദ്ദേഹത്തിൻ്റെ മരണം. ഇന്നലെ വരെ ഇഫ്താറിൽ സേവനം ചെയ്തവൻ ഇന്ന് അള്ളാഹുവിൻ്റെ വിധിയിലാണ്. അള്ളാഹുവെ, അവനെ നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവൻ്റെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവൻ്റെ കുടുംബത്തിന് അള്ളാഹുവെ സഹനം നൽകണേ അല്ലാഹ്. നമ്മുടെ അവസാന നിമിഷവും സേവനത്തിനായിരിക്കട്ടെ, ഈമാനിലായിരിക്കട്ടെ. വലിയ സന്ദേശമാണ് ജംഷീർ നൽകിയത്. മരണം വരെ ഈ സേവനം നാം ചെയ്തുകൊണ്ടിരിക്കണം.
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ജംഷീറിനെയും നമ്മയും എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.